ആംബുലൻസിന്റെ ഫിറ്റ്നസിന്, ആംബുലൻസിന്റെ ഇൻഷുറൻസിനൊക്കെയും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള വാദം അതായിരുന്നല്ലോ സമരകാരണം. എന്തിനാണ് സമരകാരണത്തിൽ നിന്ന് പോലും ഇപ്പോൾ മാറുന്നത്? ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിൽ? നോക്കൂ, ഒരു നമ്മുടെ ഒരു പൊതുജനാരോഗ്യ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് അവര് ഗാന്ധിയൻ സമരമാർഗം പിന്നോട്ട് പോകുന്നതാ. ആംബുലൻസിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള അക്രമ സമരങ്ങളെയോ അത്തരത്തിലുള്ള സമരമുറകളെയോ സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ല. ഒഴിഞ്ഞുമാറൽ കാണുമ്പോൾ ആ സമരത്തിന്റെ തന്നെ ഉദ്ദേശം, അതിന്റെ പൊള്ളത്തരം അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇവർ പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇൻഷുറൻസ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ പറയാം. അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് 7 സെപ്റ്റംബർ 2019. ഫിറ്റ്നസ് എന്നുവരെയാണ് 29 സെപ്റ്റംബർ 2025 വരെയാണ് ആ വാഹനത്തിന്റെ ഫിറ്റ്നസ്. ടാക്സ് 30 സെപ്റ്റംബർ 2025. ഇൻഷുറൻസ് വാലിഡ് അപ് ടു 16 ജൂലൈ 2026. ഇവർ പറയുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്ത ആ വാഹനം